ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി സ്വിംഗ് ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് പോയെന്ന് നോക്കാം. നിഫ്റ്റി സൈഡ് വേസ് തന്നെയാണ്, പോസിറ്റീവ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഇൻസൈഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ നാളെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ 22,050 ഓപ്പൺ ആവും. പിന്നെ 21,960 ആ ഒരു റേഞ്ചിൽ ക്ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് തന്നെയാണ്. സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് 455 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. നിഫ്റ്റി 21,900 എബോവ് ക്ലോസ് ആയി. ഇതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ നല്ല റാലി ചെയ്തിട്ടുണ്ട്. BSE മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 1% വെച്ച് ഗെയിൻ ചെയ്തു. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് BPCL. നിഫ്റ്റി IT സെക്ടർ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ബിഗസ്റ്റ് ലൂസർ ആൻഡ് വേഴ്സ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കുമാകുന്നു. അപ്പം ഇന്ന് ഗെയിൻ ചെയ്തിരിക്കുന്നതിൽ ഇന്ന് യെസ് ബാങ്കിൻ്റെ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ് ബാങ്കിന് 11.40% ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ന്യൂസ് കാരണമാണ് ഈ ഒരു സ്റ്റോക്ക് ഇത്രയും ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ഈ ഒരു അദാനി സർവീസസ് ആണ് കേട്ടോ. സോ അദാനി സർവീസസ് 50 റുപ്പീസ് വേഗം ടാർഗറ്റ് റീച്ച് ആകും. അതുപോലെ തന്നെ ജംന ഓട്ടോ 140 റീച്ച് ആവാറായി, നെക്സ്റ്റ് ടാർഗറ്റ്. അതുപോലെ IOB നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നെക്സ്റ്റ് 80 റുപ്പീസ് വേഗം റീച്ച് ചെയ്യും. ദെൻ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 146, 150 നെക്സ്റ്റ് ടാർഗറ്റ്. ദെൻ പ്രാജ് ഇൻഡസ്ട്രീസ് സൈഡ് വേസിൽ പോയിട്ടുണ്ട്. ദെൻ MMTC ടാർഗറ്റ് ഹിറ്റ്. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 100 റുപ്പീസ് ടാർഗറ്റ് റീച്ച് ആവറായി. ദെൻ പെട്രോനോട്ട് LNG 6.24, 290. ഇനി ഒരു 10 രൂപയും കൂടെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിലാണ് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഡിസ്കസ് ചെയ്തത്, അത് ഏതൊക്കെയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണോ അതോ എക്സിറ്റ് ആവണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ JSW സ്റ്റീൽ പറഞ്ഞു. ഓക്കെ, 616 റുപ്പീസിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് 648 പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൈക്കൽ ലിമിറ്റഡ് 295 ബ്രേക്ക് ചെയ്യുമ്പോൾ 320 പോകും. മനപ്പുറം ഫിനാൻസ് പറഞ്ഞു. മനപ്പുറം ഫിനാൻസ് 187 ട്രേഡ് ചെയ്യുന്നു, 225 ടാർഗറ്റ്. സോ ഇതെല്ലാം 2 വീക്സ് കൂടി ഇനി വെയിറ്റ് ചെയ്യുക, ടാർഗറ്റ് ഹിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ 1 മന്ത് ആണ്, 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം സ്വിംഗ് ട്രേഡിങ് പറഞ്ഞിരിക്കുന്നത്. സോ 1 മന്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 30-ാം തീയതി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 29-ാം തീയതിക്ക് മുന്നേ ഈ ഒരു സ്റ്റോക്കുകൾ പറഞ്ഞ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, GMR ഇൻഫ്ര 88 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, സൂൺ 100 പോകാനുള്ള സാധ്യതയുണ്ട്. സ്റ്റെർലൈറ്റ് ടെക് 141 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, കുറച്ച് സൈഡ് വേസ് ആണ്, എന്നാലും ഹോൾഡ് ചെയ്യുക, 150 പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഈ ഒരു 5 സ്റ്റോക്കിലാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തത്. സ്റ്റെർലൈറ്റ് ടെക്, ഹിക്കൽ അല്ലെങ്കിൽ JSL, അതുപോലെ മനപ്പുറം, GMR ഇൻഫ്ര. അപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റോക്കിലാണ് ബ്രേക്കൗട്ട് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആവർത്തിച്ച് പറയുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കൊള്ളാമോ, അതുപോലെ ടെക്നിക്കൽ എങ്ങനെയാണ്,
പിന്നെ ഫിനാൻഷ്യലായിട്ട് സ്റ്റോക്ക് എങ്ങനെയാണ്, സെക്ടർ വൈസ് സ്റ്റോക്കിന് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഫണ്ടമെൻ്റൽ ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് ന്യൂസാണ് ഈ ഒരു യെസ് ബാങ്ക് ഷെയർ ഫോക്കസ് HDFC ബാങ്ക് RBI അപ്രൂവലോടെ 9.5 സ്റ്റേക്ക് മേടിക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതോടെ തന്നെ യെസ് ബാങ്ക് നല്ലവണ്ണം കയറിയിട്ടുണ്ട്. ഇറ്റ്സ് എ പോസിറ്റീവ് ന്യൂസ് ഫോർ യെസ് ബാങ്ക്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം. സോ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പ്രാജ് ഇൻഡസ്ട്രീസ് 508 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, റിവേഴ്സൽ എൻട്രി ഓർ ബ്രേക്കൗട്ട് എൻട്രി ഏത് എൻട്രി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ 510 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ വാങ്ങുന്നത് ബെറ്ററാണ്. 600 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. 18% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. സെക്കൻഡ് വരുന്നത് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. 7035. ഇപ്പോൾ 5000 ഉണ്ടായിരുന്നപ്പോൾ 7000 വരും എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇപ്പോൾ 7000 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് 2000 പോയിന്റ്സ് കയറും. 9000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് 7080 മുകളിൽ പോകുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസിലും എടുക്കാം. അപ്പോൾ എങ്ങനെയായാലും 27% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ HDFC ലൈഫ് ഇൻഷുറൻസ് തേർഡ് സ്റ്റോക്ക് 593 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 595 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 775 വരെ പോകാൻ സാധ്യതയുണ്ട്. 29% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സൺ ഫാർമ സ്പാർക്ക് 1400 സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി. സോ ഈ ഒരു സ്റ്റോക്കാണ് 371 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 375 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 520 വരെ പോകാൻ സാധ്യതയുണ്ട്. 40% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തു പറയുന്നു, ഇത് വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടല്ല. കാരണം വാല്യുവേഷൻ നോക്കിയാൽ ROE ROC ഒക്കെ നെഗറ്റീവ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ടെക്നിക്കൽ വൈസ് ഈ ഒരു സ്റ്റോക്ക് നല്ല മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലും കണ്ടോ, ഫണ്ടമെൻ്റലും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ കയറി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളും കൂടി അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഫാർമ ഈ ഒരു സ്റ്റോക്ക് 4.98% ഉയർന്നിട്ടുണ്ട്. തുടർന്ന് ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 520 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് HFCL 104 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ഹാൻഡിൽ പാറ്റേൺ അതുപോലെ ട്രയാങ്കിൾ പാറ്റേൺ രണ്ടും ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് നെക്സ്റ്റ് ടാർഗറ്റ് 140. 36% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി പറഞ്ഞു. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കമൻസിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആകും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു മലയാളം ഷെയറുടെ തന്നെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ ബിഗിനേഴ്സിന് വേണ്ടി പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹൗ ടു ലേണിംഗ് വീഡിയോസ്, പിന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ക്രൂഡ് ഓയിൽ, അതുപോലെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള റൂൾസൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.